ശ്രീ കെ എൻ ബാലഗോപാൽ പോരാ, ഉശിരില്ല. ശ്രീ കെ എൻ ബാലഗോപാൽ, എനിക്കതിന് ശൈലജയുടെ സഹായം വേണ്ടി വരും. ഞാൻ വിളിച്ചാൽ അത് ഉഷാറാവില്ല. ഞങ്ങൾ ഒരുമിച്ചൊരു നാടക സംഘത്തിൽ ജോലി ചെയ്തിരുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ അഭിമാനമാണ് ശൈലജ. ശൈലജയുടെ അഭിനയം നിങ്ങൾ കണ്ടിട്ടില്ല. ശൈലജ ഒന്ന് വിളിച്ച്. ശ്രീ കെ എൻ ബാലഗോപാൽ, ശ്രീ കെ എൻ ബാലഗോപാൽ. പ്രിയപ്പെട്ടവരെ, ഉശിരൻ പ്രഭാഷണം ഇപ്പോൾ രണ്ടുപേര് നടത്തി കഴിഞ്ഞു. നമ്മുടെ ശൈലജ ഗംഭീരമായി പാടി. ഞാൻ ഇവിടെ വന്ന നമ്മുടെ സഖാക്കന്മാരോട് പലരോടും സംസാരിച്ച് മുഖം കണ്ടതിലും എനിക്ക് ഏറ്റവും തോന്നിയ ഒരു കാര്യം, ചതിക്കപ്പെട്ടവരുടെ മുഖമാണ് നിങ്ങൾ പലരും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വരെ ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ച് നേടിക്കൊടുത്ത് ഞങ്ങൾ വളർത്തിയ ഒരു സഖാവ് ഇന്ന് കൊടി മാറി ഞങ്ങളെ ചതിച്ചിരിക്കുന്നു. അതിന് ഞങ്ങൾ പകരം ചോദിക്കുമെന്നൊരു മുഖമാണ് പലരിലും ഞാൻ കണ്ടത്. ശരിയോ തെറ്റോ? അത് ഈ കയ്യടി ഞാൻ വായിച്ചത്, നിങ്ങളുടെ മുഖത്ത് നിന്ന് വായിച്ചതിന് അടിവരയിടുകയാണ്. നമ്മുടെ ഒരു പ്രസ്ഥാനത്തിനെ ചതിച്ചു എന്നുള്ളതല്ല, ഈ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച ഓരോ അണിയെയും പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തകയും ചതിച്ചുകൊണ്ടാണ് കൊടി മാറാൻ സാധിക്കുന്നത്. ഈ നമ്മൾ ന്യൂസ് കണ്ടും കള്ളപ്രചരണങ്ങളായ ന്യൂസ് കണ്ടും റീലുകൾ കണ്ടും രാഷ്ട്രീയം പഠിച്ചവരല്ല. പുസ്തകം വായിച്ചും പ്രവർത്തിച്ചും സത്യസന്ധമായി സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചും നേടിയതാണ് ഈ വിജയം ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട്. ഞാൻ ഓർക്കുന്നത്, കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ കോവിഡിൻ്റെ BBC കേരളത്തിൽ പഠനത്തിനായി വന്നു. അവർ ലോകം മുഴുവൻ യാത്ര ചെയ്തവരാണ്. അവിടെ മുഴുവൻ ഓരോ സ്ഥലങ്ങളിൽ ഓരോ വീടുകൾ തുറക്കുമ്പോൾ അതിനകത്ത് മരിച്ച ശവശരീരങ്ങളും എല്ലാമായി ഇരിക്കുമ്പോൾ നമ്മുടെ ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരും ആശാപ്രവർത്തകരും വണ്ടികളോ നമ്മ ഭക്ഷണം കഴിച്ചോ, പൊതിയിരട്ടെ, ചോറ് ഊണ് കിട്ടുമോ, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചോ എന്ന് ചോദിച്ച് ഓരോ വീടാന്തരം കയറി ഇറങ്ങുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി ഈ വന്ന BBC സംഘം. അതിൻ്റെ എല്ലാം പിന്നിൽ നിങ്ങളാണ്, ഇടതുപക്ഷ പ്രവർത്തകരാണ് എന്ന അഭിമാനം നമ്മൾ വിട്ടുകൊടുക്കരുത്. അതുകൊണ്ട് തന്നെ മാറാത്തതിനി മാറുമെന്ന് ചോദിക്കുന്നവരുടെ മുഖത്ത് നോക്കി എന്താണ് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന മാറ്റം എന്ന് നമുക്ക് ചോദിക്കണം. ഇന്നലെ നമ്മൾ കണ്ടു മാറാത്തത് മാറിയ ഒരു കാഴ്ച. ഒരു നമ്മുടെ ഒരു സ്ഥാനാർത്ഥി വഴി നടന്നപ്പോൾ ഇതുവഴി വഴി നടക്കാൻ പറയില്ല എന്ന് പറഞ്ഞ മാറ്റം നമ്മൾ കണ്ടു. നിങ്ങൾ കണ്ടില്ലേ? കണ്ടോ? ഉറക്കെ പറയാം, കണ്ടോ? കേരളത്തിൽ ഇതിനു മുമ്പ് എവിടെയെങ്കിലും നമ്മളത് കണ്ടിട്ടുണ്ടോ? വഴി നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയുടെ നേരെ ആക്രോശിക്കുന്ന ഒരു സ്ത്രീയെ നമ്മൾക്ക് ഇതിനു മുമ്പ് കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഇനി എവിടെയെല്ലാമാണ് നമ്മളത് കാണാനിരിക്കാൻ പോകുന്നത്? അമ്പലത്തിൽ കയറില്ല എന്ന് പറഞ്ഞ് ശാസിക്കുമോ? നിങ്ങൾ ഇടതുപക്ഷ പ്രവർത്തകയാണ്, നിങ്ങൾ അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മളുടെ നേരെ വാളുമായി വരുമോ? നമ്മൾ ജാതി ചോദിച്ച് നമ്മൾ എവിടെയാണ് ഇരിക്കേണ്ടത് എന്ന് ആൾക്കാർ നിശ്ചയിക്കുമോ? നമ്മൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കേണ്ടത് ആ പന്തിയിലാണ് എന്ന് പറഞ്ഞ് മാറ്റിയിരുത്തുമോ? ആ മാറ്റമാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ആ മാറ്റമാണോ നമ്മൾക്ക് വേണ്ടത്? മാറാത്തത് എന്താണ് കേരളത്തിൽ മാറേണ്ടത്? അവരോടാണ് നമുക്ക് ചോദിക്കേണ്ടത്. അവരുടെ ഭരിക്കുന്ന നാടുകളിലെ എല്ലാം തൊഴിലാളികൾ ഇന്ന് കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ചോദിക്കണം. അവിടെയാണ് മാറ്റം വേണ്ടത്, നമുക്കല്ല. നമ്മുടെ മാറ്റം വികസനത്തിലേക്കുള്ള മാറ്റമാണ്, മനുഷ്യരുടെ ഒരുമയിലേക്കുള്ള മാറ്റമാണ്, സ്നേഹത്തിലേക്കുള്ള മാറ്റമാണ്. ഇവിടെ കടുകുമണി പോലെ ഉള്ള പ്രശ്നങ്ങളെ ഊതിപ്പെരുപ്പിച്ച് ഇവിടെ ഒരു കുറ്റം പറയാൻ പോലും ഇല്ലാത്തതുകൊണ്ട് ഡീൽ, ഏറ്റവും വലിയ പ്രശ്നം ചർച്ച ചെയ്യുന്ന ഡീൽ. എന്താണ് ഡീൽ? ഭയങ്കരമായ തമാശയാണ് പ്രതിപക്ഷ നേതാവ് എന്ത് പറഞ്ഞാലും. അപ്പോൾ അദ്ദേഹം സംസാരിക്കട്ടെ, നമുക്ക് ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നല്ലാതെ എന്താണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം? മല പോലെ മന്തുള്ള മച്ചുനൻ പറയുന്നു അളിയന്റെ വിരലിലെ ചൊറി എത്ര ഭീകരം എന്നാണ് എനിക്ക് ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നത്. മല പോലെ മന്തുള്ള മച്ചുനൻ ചൊല്ലുന്നു അളിയന്റെ വിരലിലെ ചൊറി എത്ര ഭീകരം. അയ്യോ, ചെറിയ ചെറിയ കാര്യങ്ങൾ ഇടതുപക്ഷത്ത് നടക്കുമ്പോഴും അതിനെ റീലാക്കിയും പ്രവർത്തിച്ചു അവരങ്ങനെ ചെയ്തതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനം പോയി. ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്നത് നേതാക്കളല്ല, തീർച്ചയായിട്ടും അല്ല. ഇപ്പം ഞാനൊരു ചെറിയ കാര്യം പറയാം. കേരളത്തിൽ തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നവർക്കറിയാം, സ്ത്രീകളുടെ മഹാ ഉത്സവമാണ്. അവിടെ നടന്നു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ടാണ് അത് മുഴുവൻ ശുദ്ധിയാക്കുന്നത്, വൃത്തിയാക്കുന്നത്. അവിടുത്തെ കോർപ്പറേഷൻ പ്രവർത്തകർ അത്രയും ഗംഭീര പ്രവർത്തകരാണ്, അവരത്രയും കറകളഞ്ഞ് ഉഗ്രനായിട്ട് ജോലി ചെയ്യുന്നവരാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വൃത്തിയാക്കിയതിനെ കുറിച്ചൊരു തർക്കമുണ്ടായി. നമുക്കറിയാം, സഖാവ് ശിവൻകുട്ടി സാവുമായിട്ടാണ് നമ്മുടെ തിരുവനന്തപുരത്തെ മേയർ സംവാദത്തിന് ഒരുങ്ങിയത്. വല്ല രക്ഷയുള്ള കാര്യമാണോ? അദ്ദേഹം പറഞ്ഞു,
ഇവിടെ എല്ലാം കേമമായിരുന്നു. അപ്പോൾ ഒരു തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുകയാണ് ചവറ് കൂനകൾ അവിടെ കെട്ടിക്കിടക്കുന്നത്. എന്താണ് പറ്റിയത്? എന്താണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അത് വൃത്തിയാക്കാൻ സാധിക്കാത്തത് എന്ന് ചോദിച്ചാൽ, അവിടെ തിരുവനന്തപുരത്തുള്ള ഒരു മനുഷ്യരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അവിടുത്തെ റെസിഡന്റ് അസോസിയേഷൻ, അവിടുത്തെ DYFI പ്രവർത്തകർ, അവിടുത്തെ ബഹുജന സംഘടനയിലെ പ്രവർത്തകർ, അവിടുത്തെ ഇടതുപക്ഷ പ്രവർത്തകരും കൂടെ ഈ വൃത്തിയാക്കലിൽ ചേർന്നുകൊണ്ടാണ് ഒറ്റ മനസ്സോടെ നിന്ന് തിരുവനന്തപുരത്തെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നത്. അവരെ ഒന്നും കൂട്ടി നിർത്താൻ, അവരെ ഒന്നും ഒരുമിച്ച് നിർത്താൻ അവർക്ക് സാധിക്കാതെ പോയത് കൊണ്ടാണ് അവരുടെ മാത്രം ആൾക്കാർ ഏറ്റവും സങ്കുചിതരായ ഞങ്ങൾ കുറച്ച് ഹിന്ദുക്കൾ ഇങ്ങനെ ചുരുക്കി കേരളത്തിനെ ഏറ്റവും ഇല്ലായ്മയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന മാറ്റം നമുക്ക് വേണോ? എനിക്ക് കേൾക്കാൻ വയ്യ, നല്ലപോലെ ഓർക്കം പറ. അപ്പൊ വേറൊരാൾ ചോദിക്കുന്നു, നമുക്ക് ഒരു മാറ്റം വേണ്ടേ? അല്ല, കുറച്ച് മാറ്റം വേണ്ടേ? വലിയ കുഴപ്പമൊന്നുമില്ല, ഇവർ എന്നാലും ഒരു മാറ്റം വേണ്ടേ എന്നാണ് വേറൊരാളുടെ മുദ്രാവാക്യം. ഒരാൾ ചോദിക്കുന്നു, ഒരു മാറ്റം വേണ്ടേ? അല്ല, എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ? കുറ്റമൊന്നും പറയാനില്ല, ഒരു മാറ്റമൊക്കെ ആവാൻ 10 വർഷമായില്ലേ എന്നൊരാൾ. മറ്റൊരു പറയുന്നത് മാറാത്തത് ഇനി മാറും. എന്താണ് മാറേണ്ടത്? ഇവിടുത്തെ റോഡാണോ മാറേണ്ടത്? വിദ്യാഭ്യാസമാണോ മാറേണ്ടത്? ആരോഗ്യമാണോ മാറേണ്ടത്? ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് ആരോഗ്യമാണ്, ആരോഗ്യ രംഗമാണ്, ആരോഗ്യമന്ത്രിയാണ്. അത് ചുമ്മാതെ ഉണ്ടാകുന്ന റീലുകളും ചാനലുകളിലെ വർത്തമാനങ്ങളും അല്ല. പ്രതിപക്ഷത്തിന് അജണ്ടയാണ്. കാരണം അവർ പണം വാങ്ങിയിരിക്കുന്നത് ഫാർമ കമ്പനികളിൽ നിന്നാണ്. ടോറന്റ് പോലെയുള്ള, ഡോക്ടർ റെഡ്ഡി പോലെയുള്ള വലിയ കമ്പനികളിൽ, സിപ്ല പോലെയുള്ള വലിയ കമ്പനികളിൽ നിന്ന് പണം വാങ്ങിച്ചുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ മികച്ചതാക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന, അല്ലെ നിങ്ങൾക്ക് നോക്കാം, ഇലക്ട്രൽ ബോണ്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അവിടെ നിന്ന് പണവും വാങ്ങിക്കൊണ്ടാണ് അവര് ഈ സംവിധാനത്തെ നശിപ്പിക്കാൻ നോക്കുന്നത്, നമ്മളുടെ ആരോഗ്യരംഗത്തെ താറടിച്ച് കാണിക്കാൻ നോക്കുന്നത്. നമ്മുടെ എല്ലാ മന്ത്രിമാരെയും വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയും, ഏറ്റവും അഭിമാനത്തോടെ പറയും, കൊട്ടാരക്കരയുടെ മണ്ണ് നിങ്ങൾ ഏറ്റവും ഭാഗ്യവാന്മാരാണ്. കാരണം ഒരമ്മ, ഇത്ര പണമാണ് നമുക്കുള്ളത്, അതിലെല്ലാവർക്കും എന്തെല്ലാം വീതിച്ച് കിട്ടണം. കയ്യൂക്കുള്ളവനല്ല, ഇല്ലാത്തവന് കൊടുക്കണം, ഏറ്റവും ദരിദ്രന് കൊടുക്കണം, ശബ്ദമില്ലാത്തവന് കൊടുക്കണം എന്ന വാത്സല്യത്തോടെ, കരുതലോടെ, പണത്തിനെ ഒരു കണക്കായിട്ടല്ല, മനുഷ്യരുടെ മുഖവും അവസ്ഥയുമായി കണ്ട് പിരിച്ച് ഓരോരുത്തർക്ക് അന്നം കൊടുത്ത ഒരു മനുഷ്യന്റെ നാടാണ് കൊട്ടാരക്കര. ശ്രീ KN ബാലഗോപാൽ ജയിക്കണം, ഇനിയും മുന്നേറണം, നമ്മുടെ മന്ത്രിയായി വരണം. വേണ്ടേ? ശ്രീ KN ബാലഗോപാൽക്ക് പോരാ, ഉശിരില്ല. ശ്രീ KN ബാലഗോപാൽ, എനിക്കതിന് ശൈലജയുടെ സഹായം വേണ്ടി വരും. ഞാൻ വിളിച്ചാൽ അത് ഉഷാറാവില്ല. ഞങ്ങൾ ഒരുമിച്ചൊരു നാടക സംഘത്തിൽ ജോലി ചെയ്തിരുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ അഭിമാനമാണ് ശൈലജ. ശൈലജയുടെ അഭിനയം നിങ്ങൾ കണ്ടിട്ടില്ല. ശൈലജ ഒന്ന് വിളിച്ച്. ശ്രീ KN ബാലഗോപാൽ, ശ്രീ KN ബാലഗോപാൽ, ശ്രീ KN ബാലഗോപാൽ. കുറച്ചുപേരുടെ കയ്യേ പൊങ്ങിയുള്ളൂ, എന്നാലും ഓക്കെ. അപ്പൊ നിങ്ങളുടെ മണ്ണിൽ നിന്നും വരുന്ന ഈ നേതാവ്, നിങ്ങൾ ജയിച്ചു കൊടുക്കുന്ന ഒരു വോട്ട് ഒരു വ്യക്തിക്കുള്ള വോട്ടല്ല, കേരളത്തിന്റെ വികസനത്തിന്റെ വോട്ടാണ്. ഇന്ത്യയുടെ മുന്നിൽ തലയുയർത്തി കേരളം നിൽക്കുന്നതിന് കാരണമായ ഒരു മനുഷ്യന് കൊടുക്കുന്ന വോട്ടാണ്. എത്രയെല്ലാം നമ്മളെ ശ്വാസം മുട്ടിക്കാൻ തുടക്കിയാലും, നമ്മളോട് രാഷ്ട്രീയ പകപോക്കലോട് 5 പൈസ കൊടുക്കാതിരുന്നിട്ടും, ബഡ്ജറ്റിൽ കേരളം എന്നൊരു പേര് ഉച്ചരിക്കാതിരുന്നിട്ടും, ഒരു മേഖലയിൽ പോലും തോപ്പിക്കാതെ സകല മേഖലകളിലും എണ്ണി കേരളം ഒന്നാമതെത്തിയതിന് അതിന്റെ പിന്നിലെ ബുദ്ധിയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ സ്ഥാനാർത്ഥി ശ്രീ KN ബാലഗോപാൽ. അദ്ദേഹം വിജയിച്ചു വരേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അഭിവാദ്യങ്ങൾ സഖാക്കളെ.